ഡാമിൻ്റെ സൈഡിലൊരു പേരമരം നിൽപ്പുണ്ട്. അപ്പോൾ അതിൽ നിറച്ച് പേരയ്ക്കൊക്കെ കാച്ചി നിൽപ്പുണ്ടായിരുന്നു. ചൂണ്ടയ്ക്ക് നമുക്ക് ഇവിടെ നിന്നൊരു 3-4 മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ വല ഉപയോഗിച്ച് ഒന്ന് അരിച്ചു നോക്കിയത്. ഇപ്പോൾ ഇവിടെ വെള്ളം കുറവാണ്, കാരണം ഡാമിലെ വെള്ളം തുറന്നു വിട്ടിരിക്കുകയാണ്, അതുകൊണ്ടാണ് വെള്ളം കുറവ്. മീൻ പിടിക്കുന്നതിൻ്റെ സൈഡിൽ കുറച്ച് പോത്തൊക്കെ അവിടെ നിന്ന് മേയുന്നുണ്ടായിരുന്നു. ഡാമിൻ്റെ സൈഡൊക്കെ ഈ പച്ചപ്പായിട്ട് കിടക്കുന്ന സ്ഥലത്തൊക്കെ വെള്ളം നിറഞ്ഞു കിടന്നായിരുന്നു. ആ ലോറി പോകുന്നതിൻ്റെ താഴെ ഫുള്ള് വെള്ളം നിറഞ്ഞു കിടന്നതാണ്, ആ പാലത്തിൻ്റെ താഴെ വരെ. കാരണം ഇപ്പോൾ ഡാമിൽ വെള്ളം തുറന്നു വിട്ടിരിക്കുന്നത് കൊണ്ടാണ് വെള്ളം ഇവിടെയൊക്കെ വറ്റി കിടക്കുന്നത്. അല്ലെങ്കിൽ നിറച്ച് വെള്ളമുള്ള സ്ഥലമാണ് കേട്ടോ ഇവിടെയൊക്കെ. നമ്മളിപ്പോൾ നിൽക്കുന്ന കറക്റ്റ് ലൊക്കേഷൻ നെട്ട ഡാമാണ്. അപ്പോൾ ഇവിടെ അത്യാവശ്യം ഫിഷിങ്ങിനൊക്കെ ആൾക്കാർ ഒരുപാട് വരുന്നൊരു സ്ഥലം കൂടെയാണ് നെട്ട ഡാം. അപ്പോൾ ഇത് പഴയ പാലമാണ് കേട്ടോ. നമ്മളൊരു കൂട്ടുകാരനാണ് ഇപ്പോൾ മീൻ പിടിക്കാൻ വേണ്ടി ചൂണ്ടയിട്ടിട്ടുള്ളത്. ഇത് പഴയ പാലത്തിൻ്റെ മുകളിലാണ്. പാലത്തിൻ്റെ ഒരു സൈഡാണ് ചൂണ്ടയിട്ടിട്ടുള്ളത്. അത്യാവശ്യം നല്ല ആഴമുള്ള ഒരു സ്ഥലമാണ് ഇവിടെ. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് മീൻ കിട്ടുമല്ലേ നമുക്ക് നോക്കാം. നെട്ട ഡാം കാണാനായിട്ട് അത്യാവശ്യം നല്ല ഭംഗിയുള്ള ഒരു സ്ഥലം കൂടിയാണ് ഇവിടെ. അപ്പോൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകണ്ടില്ലേ, അങ്ങറ്റമൊക്കെ നിറച്ച് വെള്ളം കിടപ്പുണ്ട്. അപ്പോൾ ഇതുപോലെ എങ്ങോട്ട് വെള്ളം കിടന്നാണ് വറ്റി അങ്ങോട്ട് പോയതാണ് ഈ ഡാം തുറന്ന സമയത്ത്. നമ്മൾ ചൂണ്ടയിടാൻ തുടങ്ങിയിട്ട് കുറേ സമയമായി. നമുക്കിതുവരെ ഒരു മീനും കിട്ടിയിട്ടില്ല. നമുക്ക് കിട്ടുമല്ലേ നോക്കാം. നമ്മൾ അവിടെ ചൂണ്ടകൾ ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ കുറച്ച് ഭാഗങ്ങളിലൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമ്മൾ ചൂണ്ടകൾ ഇട്ടിട്ടുണ്ട്. ഒരു മീൻ നമുക്കപ്പോൾ ചൂണ്ടയിൽ കൊത്തിയിട്ടുണ്ട്. നമുക്ക് നോക്കാം. അത്യാവശ്യം വലിപ്പമുള്ള ഒരു മീനാണ് നമുക്ക് കിട്ടിയത്. നമ്മൾ ആദ്യമായിട്ട് കിട്ടിയ മീനാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസം നമുക്ക് ആദ്യമായിട്ട് കിട്ടിയ മീനാണത്. ഈ മീൻ അടിച്ചതിന് ശേഷം നമുക്ക് പറവറ ഒരു 4-5 മീൻ അടിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അടിച്ചല്ല സ്ലോപ്പിയുടെ കുഞ്ഞാണ് നമുക്ക് അടിച്ചത്. അത്യാവശ്യം കുഞ്ഞു മീനാണ് നമുക്ക് കിട്ടിയത്. മീൻ പിടിക്കാൻ വന്ന സമയത്ത് നമ്മളൊരു കുഞ്ഞു വല കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതായത് മീനെ ചൂണ്ടയിട്ട് നമുക്കൊന്നും കിട്ടിയില്ലെങ്കിൽ അവസാനം അരിച്ച് പിടിക്കുക എന്ന് പറഞ്ഞാണ് വല കൊണ്ടുവന്നത്. എന്തായാലും നമ്മൾ ഇപ്പോൾ എടുത്തിട്ടില്ല. ചിലപ്പോൾ നമ്മൾ പോകാൻ സമയത്ത് ചിലപ്പം മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് എടുക്കും, വല എടുക്കും നമ്മൾ അരിക്കാൻ വേണ്ടിയിട്ട്. നമ്മളിവിടെ ഉച്ചയ്ക്കാണ് മീൻ പിടിക്കാൻ വന്നത്. ശരിക്കും പറഞ്ഞാൽ വൈകിട്ടൊക്കെ വരികയാണെങ്കിൽ ഒരു നല്ല ഒരു ലൊക്കേഷനാണ് കേട്ടോ. നല്ലൊരു വൈബുള്ള ഒരു ലൊക്കേഷൻ കൂടിയാണ് ഇവിടെ. നല്ല ആസ്വദിച്ച് മീനൊക്കെ പിടിച്ചിട്ട് നമുക്ക് സാവധാനം പോകാൻ പറ്റിയൊരു സ്ഥലമാണ്. അതുമാത്രമല്ല, നമ്മൾ പോകുന്ന വഴിക്ക് ഒരു കുഞ്ഞ് തോട് കാണാം. നല്ല ഭംഗിയുള്ളൊരു തോടാണ്. പക്ഷേ ഈ തോട് വെള്ളം നിറഞ്ഞ് വരുന്ന സമയത്ത് ഈ തോടൊക്കെ നിറഞ്ഞ് കിടക്കുന്നതായിരിക്കും. ഇപ്പം വെള്ളം കുറവായതുകൊണ്ടാണ് നമുക്ക് കറക്റ്റായിട്ട് ആ തോട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. നമ്മളിവിടെ കുറച്ച് സമയം മീനൊക്കെ അരിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അരിച്ചപ്പോൾ മീനൊന്നും വലുതായിട്ട് കിട്ടിയിട്ടില്ല. കാരണം മീനൊക്കെ സൈഡിൽ കൂടെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരുടെ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ബെല്ലൈക്കൻ കൂടെ അമർത്തി കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയൊരു ദിവസം കാണാം.